ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങളെക്കുറിച്ചുള്ള ഒരു പുരാതന ശാസ്ത്രമാണ്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. രാശിഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ജയ് ശ്രീറാം എന്നോ മറ്റോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് വ്യാഴാഴ്ച, 2026 ഓഗസ്റ്റ് 20. ഇന്ന് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി പുതിയ സംരംഭങ്ങൾക്കും ആത്മീയ ഉന്നമനത്തിനും വളരെ അനുകൂലമാണ്. ഇന്ന് വിശാഖം നക്ഷത്രമാണ്. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഊർജം നൽകുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 6:05 സൂര്യാസ്തമയം വൈകുന്നേരം 6:56 ഉച്ചയ്ക്ക് 2:07 മുതൽ വൈകുന്നേരം 3:43 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:05 മുതൽ 12:55 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന ക്യൂആർ കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിലും വിശാഖം നക്ഷത്രത്തിലുമായതിനാൽ നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തതയും മനസ്സിൽ വലിയ സന്തോഷവും അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ആശയങ്ങൾ ഇന്ന് വിജയിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വം ഇന്ന് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇന്ന് കൂടുതൽ കാര്യക്ഷമത പ്രകടമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ നല്ല ദിവസമാണ്. ജോലിസ്ഥലത്ത് ഇന്ന് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനേക്കാൾ നിലവിലുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വീട്ടമ്മമാർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും പ്രകൃതിയുമായി അല്പസമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് മനസ്സിന് വലിയ ശാന്തി നൽകും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ചാര നിറമാണ്. രാവിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഇന്ന് ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് എൻ്റെ ഒരു ഗുണം ചെയ്യും. ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് 20 ഓഗസ്റ്റ് 2026 വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വൃശ്ചിക രാശിയിൽ വിശാഖം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് വേരോടെ പിഴുതെറിയാൻ പറ്റിയ ദിവസമാണിന്ന്. ദേഷ്യവും വെറുപ്പും മനസ്സിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സമാധാനം കെടുത്തുകയേയുള്ളൂ. അതിനാൽ എല്ലാവരോടും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പെരുമാറുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ ഉപയോഗിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം റോസ് പിങ്ക് ആണ്. രാവിലെ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായത്. ഈ വർഷം രാഹുവിന്റെ ഊർജം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിനാൽ മാനസിക സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഒരു ചെറിയ രത്നമോ അല്ലെങ്കിൽ പ്രാർത്ഥനാ വസ്തുവോ കൂടെ കരുതുന്നത് നല്ലതാണ്. ഇന്ന് ഒരു പുണ്യകർമ്മമായി അല്പനേരം വിശ്രമിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുക. ബിസിനസ് കാര്യങ്ങളിൽ ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക.
ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് 20 ഓഗസ്റ്റ് 2026 വ്യാഴാഴ്ച. നിങ്ങൾക്ക് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ നിന്ന് 6-ാം ഭാവമായ വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് മാനസികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. നിങ്ങളുടെ വാശി കാരണം പ്രിയപ്പെട്ടവരുമായി അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനിച്ചാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ക്ഷമയോടെ ഇരിക്കുക എന്നതാണ് ഇന്നത്തെ വിജയമന്ത്രം. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ധ്യാനം ശീലിക്കുന്നത് നന്നായിരിക്കും. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർ ഇന്ന് വീടിനുള്ളിലെ സമാധാനം നിലനിർത്താൻ ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കത്തിന് പോകരുത്. ബിസിനസ്സുകാർ ഇന്ന് വലിയ സാമ്പത്തിക ഇടപാടുകളോ നിയമപരമായ കാര്യങ്ങളോ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഓറഞ്ച് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും. സുഹൃത്തുക്കളെ, എൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ആദ്യം ആരെയാണ് ഓർക്കാറുള്ളത്? കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച. ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും കടമകളും തമ്മിലുള്ള ഒരു സംഘർഷം ഇന്ന് അനുഭവപ്പെടാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും മറക്കരുത്. ഈ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഇന്ന് എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും അതിൻ്റെ ഗുണദോഷങ്ങൾ നന്നായി ചിന്തിക്കുക. കാരണം നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങൾ തന്നെ ഉത്തരവാദിയായിരിക്കും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ അമിത വികാരം കാണിക്കാതെ പ്രായോഗികമായി ചിന്തിക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് ഇന്ന് മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർ ഇന്ന് പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. പഴയ സുഹൃത്തുക്കളെ ഇന്ന് ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇന്ന് കടും നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നല്ലൊരു പുണ്യകർമ്മമായിരിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന വ്യക്തി ആരാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 നിങ്ങൾക്ക് ബന്ധങ്ങളിൽ പുതിയ ഊർജവും സംതൃപ്തിയും നൽകുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വൃശ്ചിക രാശിയിലും വിശാഖം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളെ അല്പം ഗൗരവമുള്ളവരും ചിന്താശീലരുമാക്കും. സൂര്യൻ നിങ്ങളുടെ സ്വന്തം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കും. എന്നാൽ വൃശ്ചികം രാശിയിലെ ചന്ദ്രൻ്റെ സാന്നിധ്യം കാരണം വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് പഴയ സുഹൃത്തുക്കളെ കാണാൻ അവസരം ലഭിക്കും. കൂടാതെ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ തെറ്റിദ്ധാരണകൾ നീങ്ങി മനസ്സിന് സമാധാനം ലഭിക്കും. പുതിയ ആളുകളെ പരിചയപ്പെടാനും ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും. വിശാഖം നക്ഷത്രത്തിൻ്റെ നാഥൻ വ്യാഴമായതിനാൽ ഇന്ന് പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നതോ അറിവ് നേടുന്നതോ നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കും.
യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള ദിവസമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് തുറന്നു സംസാരിച്ച് പരിഹരിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിലെ അന്തരീക്ഷം സന്തോഷകരമായി നിലനിർത്താൻ സാധിക്കും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. നിയമപരമായ തർക്കങ്ങളിൽ ഇടപെടരുത്. പകരം ശാന്തമായി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് പരിചയസമ്പന്നരായവരുടെ ഉപദേശം തേടുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്ന് ഒരു നല്ല പുസ്തകം വായിക്കുകയോ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകുകയോ ചെയ്യുന്നത് വലിയൊരു പുണ്യകർമ്മമായി കണക്കാക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ്. രാഹുവിൻ്റെ അനിശ്ചിതത്വത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇന്ന് കയ്യിൽ ഒരു വെള്ളി നാണയമോ തൂവാലയോ കരുതുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ സമയത്ത് നിങ്ങളെ സഹായിച്ച ആ വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിലും വിശാഖം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും സാഹസികതയിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് വലിയ താൽപ്പര്യം തോന്നും. ദൈനംദിന തിരക്കുകളിൽ നിന്ന് മാറി അല്പം വിശ്രമിക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം പുറത്തുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ല ദിവസമാണ്. യുവജനങ്ങൾ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുമ്പോൾ വാക്കുകളിൽ ശ്രദ്ധ പുലർത്തുക. ഗൃഹിണിമാർക്ക് ഇന്ന് സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താം. ഇത് മനസ്സിന് വലിയ ഉന്മേഷം നൽകും. ജോലിസ്ഥലത്ത് ഇന്ന് സമ്മർദ്ദം കുറവായിരിക്കും. എന്നാൽ ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നന്നായി ആലോചിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ഇളം ഓറഞ്ച് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിയുടെ തടസ്സങ്ങൾ നീക്കാൻ ക്ഷമയോടെ ഇരിക്കുക. ഇന്ന് പുതിയൊരു ഹോബി തുടങ്ങുന്നത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ നൽകും. ഇന്ന് നിങ്ങളോട് എനിക്കൊരു ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. അടുത്ത സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഉള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ ശരിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ഇന്ന് അത് ഫലപ്രദമാകില്ലെന്ന് തോന്നാം. അത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് അല്പം സമയം നൽകുന്നതാണ് ഉചിതം. നിങ്ങളുടെ തന്ത്രങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുക. ശനിയുടെ സ്വാധീനം ഇന്ന് ശക്തമായതിനാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ദിവസവും വ്യായാമം ചെയ്യുന്നത് നിർബന്ധമാക്കുക. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. യുവാക്കൾ ഇന്ന് വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ ഇന്ന് അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ബിസിനസ്സുകാർ ഇന്ന് നിയമപരമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് ആർക്കെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിനെ പിന്തുണയ്ക്കാൻ QR കോഡ് ഉപയോഗിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 നിങ്ങളുടെ വാക്കുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ വിശാഖം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. വിവേകമുള്ളവർ പറയുന്നതെല്ലാം ചിന്തിക്കുന്നു. എന്നാൽ
വിഡ്ഢികൾ ചിന്തിക്കുന്നതെല്ലാം വിളിച്ചു പറയുന്നു. ഈ തത്വം ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും അത് നിങ്ങൾക്ക് വിനയായി മാറാനും സാധ്യതയുണ്ട്. അതിനാൽ ഓഫീസിലായാലും വീട്ടിലായാലും സംസാരിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക. ഇന്ന് നിങ്ങൾക്ക് പിങ്ക് നിറം വളരെ ഭാഗ്യകരമാണ്. രാവിലെ 10 മുതൽ 11:15 വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കത്തിന് നിൽക്കാതെ മൗനം പാലിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ബിസിനസ് ചെയ്യുന്നവർ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക. തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. വീട്ടമ്മമാർ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ സൗമ്യത പാലിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ശാന്തമായ സംഗീതം കേട്ട് മനസ്സ് ശാന്തമാക്കുകയും ചെയ്യുക. ഇന്ന് ആരെയും വേദനിപ്പിക്കാത്ത വാക്കുകൾ സംസാരിക്കുക. അതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നത് ഗ്രഹങ്ങളാണോ അതോ നമ്മുടെ കർമ്മങ്ങളാണോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 നിങ്ങൾക്ക് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിലേക്കും വിശാഖം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തതയും ആസൂത്രണവും ആവശ്യമായി വരും. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം കർക്കടക രാശിയിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ ഭാഗ്യം നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഇന്ന് വളരെ നല്ല ദിവസമാണ്. എല്ലാ വശങ്ങളും ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുക. അല്ലാത്തപക്ഷം ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർ നിയമപരമായ കാര്യങ്ങളിൽ ഇന്ന് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ ഈ സമയത്ത് ക്രമീകരിക്കുക. ഇന്ന് നന്ദി പ്രകടിപ്പിക്കാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറന്നുതരും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു സംഭവം ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകുക. അല്ലെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച നിങ്ങൾക്ക് ക്ഷമയുടെയും സഹനത്തിൻ്റെയും പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് വൃശ്ചികം രാശിയിലും വിശാഖം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ രാശിനാഥനായ ശനിമീനം രാശിയിൽ വക്രഗതിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഈ തടസ്സങ്ങൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനാണ്. ഇന്ന് കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. വീട്ടിലുള്ളവർ തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ മൗനം ഏറ്റവും നല്ലത്. ദേഷ്യത്തോടെ സംസാരിക്കുന്നവരോട് തർക്കിക്കാൻ നിൽക്കാതെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അതിനാൽ ഇന്ന് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. വിവിധ മേഖലകളിൽ ഉള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ഉപരി സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കേണ്ട ദിവസമാണ്. വിശാഖം നക്ഷത്രത്തിലെ ചന്ദ്രൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രചോദനം നൽകുമെങ്കിലും ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക. തർക്കങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിൻ്റെ അന്തരീക്ഷം ശാന്തമായി നിലനിർത്താൻ സാധിക്കും. വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത ആവശ്യമുള്ള ദിവസമാണ്. വലിയ സാമ്പത്തിക ഇടപാടുകളോ നിയമപരമായ കാര്യങ്ങളോ ഇന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്.
ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കിക്കുന്നത് ദോഷകരമായി ബാധിച്ചേക്കാം. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മാനസികസമ്മർദ്ദം കാരണം രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ധ്യാനവും യോഗയും ശീലിക്കുക. ഇന്ന് പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് മുൻപോ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപോ വീട്ടിലെ മുതിർന്നവരുടെ ഉപദേശം തേടുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് വെള്ളമോ ധാന്യമോ നൽകുക. ഇത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ അകറ്റാൻ സഹായിക്കും. താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലെ ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ശാന്തമായി ആലോചിക്കുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയോടെ മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ഞങ്ങളോട് പങ്കുവെക്കാമോ? നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ പാഠമാണ്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പര്യവേക്ഷണം ചെയ്യാനും അവസരമൊരുക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വിശാഖം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ശനിയുടെ സ്വാധീനം മൂലം നിങ്ങളുടെ ചിന്തകൾ വ്യക്തമായി പ്രകടിപ്പിക്കാനും അതുവഴി പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. വ്യക്തിജീവിതത്തിൽ ജോലിയും കുടുംബവും തമ്മിൽ മികച്ച സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. പുതിയൊരു സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ ഉന്മേഷം നൽകും. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണ്. ഗവേഷണങ്ങൾക്കും പ്രോജക്റ്റുകൾക്കും ഇന്ന് സമയം കണ്ടെത്തുക. ഉദ്യോഗാർത്ഥികൾക്കും യുവാക്കൾക്കും ഇന്ന് ജോലിസ്ഥലത്ത് തിളങ്ങാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടും. എന്നാൽ സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർ ഇന്ന് സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. നിയമപരമായ രേഖകളിൽ ഒപ്പിടുന്നതിന് മുൻപ് നന്നായി പരിശോധിക്കുക. വലിയ തീരുമാനങ്ങൾ ഇന്ന് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയൊരു പുണ്യമായി മാറും. മിഡ്നൈറ്റ് ബ്ലൂ നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 20 നിങ്ങൾക്ക് വളരെ വൈകാരികമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് വൃശ്ചികം രാശിയിൽ വിശാഖം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ഉൾക്കാഴ്ചയും സഹാനുഭൂതിയും വളരെ കൂടുതലായിരിക്കും. മീനം രാശിക്കാർ സ്വാഭാവികമായും വളരെ സ്നേഹമുള്ളവരാണ്. എന്നാൽ ഇന്ന് കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ലെങ്കിൽ തർക്കങ്ങൾക്ക് നിൽക്കാതെ എല്ലാവർക്കും അല്പം സമയം നൽകുന്നതാണ് നല്ലത്. ഓരോ വ്യക്തിക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ക്ഷമയോടെ പെരുമാറുക. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും സർഗാത്മകമായ കഴിവുകൾ മെച്ചപ്പെടുത്താനും നല്ല ദിവസമാണ്. ഉദ്യോഗസ്ഥർക്കും യുവാക്കൾക്കും ഇന്ന് ജോലിസ്ഥലത്ത് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഇന്ന് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ബിസിനസ്സുകാർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനേക്കാൾ നിലവിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിൽ നല്ലൊരു ഭക്ഷണം പാകം ചെയ്ത് അത് അർഹരായവർക്ക് നൽകുക. താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്നത് പുറത്തുനിന്നുള്ള കാര്യമാണോ അതോ നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതാണോ?
നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.